എന്താ? ഉം, ഏ ആ, അതെന്തോ പൊടി പറ്റിയിരുന്ന പോലെ. ആ ആ, എന്നാ പോകാം. ആടെ പോകാം. എനിക്കും ഒരു സ്ഥലത്ത് പോകാനുണ്ട്. ആദം, ആ കാളിദാസ്, വാടോ. എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? അത് തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഫോണിൽ കൂടെ പറഞ്ഞാ ശരിയല്ലെന്ന് തോന്നി, അതാ വിളിച്ചേ. എന്താ എന്താ കാര്യം? അത് നമ്മുടെ അടുത്ത പ്രോജക്റ്റ് ഇല്ലേ, അതിനെപ്പറ്റി പറയാനാ. ആ, അത് ഈ സാറ്റർഡേ അല്ലേ? ആ, അങ്ങനെയല്ലേ ഞങ്ങൾ പറഞ്ഞു വെച്ചത്. പക്ഷേ അതൊരു ചെറിയ ചേഞ്ച് ഉണ്ടോ. അതിൻ്റെ തീമൊക്കെ ഒന്ന് ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. സോ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇനി ക്രൂ മെമ്പേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടേ ബാക്കി ഡിസ്കസ് ചെയ്യാൻ പറ്റൂ. സോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലാൻസ് ആൻഡ് ഡേറ്റ്സൊക്കെ പറയാമെന്ന് അവർ പറഞ്ഞ്. ആണോ? അപ്പോൾ ഇനി എപ്പോഴാ? മേ ബി 1 or 2 weeks. അതിനുള്ളിൽ അറിയുമായിരിക്കും. ആ, എന്തായാലും താൻ പറഞ്ഞാൽ മതി. ആ, ഞാൻ വിളിക്കാം. ആ, പിന്നെ കുറച്ച് നാളത്തേക്ക് ഞാൻ ഇവിടെ കാണില്ല. മേ ബി ജസ്റ്റ് 1 week or something. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറയാം. കുറച്ച് പണിയുണ്ട്. Chica, yo Cassandra, y griego yo pa' atrás. Отмевала разум, убивала музыканта. Тем не менее, я рядом был и верила Григория. Моя chica, yo Cassandra, y griego yo pa' atrás. Отмевала разум, убивала музыканта. Тем не менее, я рядом был и верила Григория. Я не буду тебе. കണ്ണാ, ആ ദേ വരുന്നമ്മ. വേഗം ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് എടുത്ത് വയ്ക്കുക. ഓക്കെ മമ്മി. അമ്മ ഫുഡ് എടുത്ത് ഏ, നിങ്ങളോ? യാ മോനെ, നിങ്ങളെന്താടാ ഇവിടെ ഈ നേരത്ത്? അതൊന്നും പറയാതെ. അതൊക്കെ പറയാതെ നീ വാ, സമയമില്ല. എടാ, ഞാൻ ഒന്നും കഴിച്ചില്ല. ഡാ, അതൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ, നീ വാ. ആൻറ്റി, സോ സോറി, ഞങ്ങൾ ഇവനെയും കൊണ്ട് പോവുകയാണേ. ഫുഡ് വേസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞ് ആൻറ്റി വിഷമിക്കണ്ട. ഫ്രിഡ്ജ് എടുത്ത് വെച്ചോ, നാളെ രാവിലെ അവൾക്ക് പഴങ്കഞ്ഞി കുടിച്ചോളൂ. ആ അങ്കിളെ, ഇവനെ കൊണ്ടുപോയിക്കോട്ടെ, പെട്ടെന്ന് കൊണ്ടുവരാം. പോകുന്നൊക്കെ കൊള്ളാം. ഇപ്പോൾ 7:45 ആയി. ഒരു 10:30 വീട്ടിൽ കയറിക്കോണം, കേട്ടല്ലോ? പിന്നെന്താ, ധാരാളം, അതിനുള്ളിൽ കയറിക്കോളാം. അപ്പോൾ ഓക്കെ, ദാ വേഗം റെഡി ആയിട്ട് വാ. ഡാ, ഒന്ന് വേഗം വാടാ, നീയൊക്കെ ഒന്ന് അനങ്ങി നടക്ക്, തുടങ്ങിക്കാണും. ഡാ, വരുവല്ലേ, നിനക്കെത്ര വെപ്രാളം? ഒന്നുമില്ല. പ്രോഗ്രാം കാണുന്നെങ്കിൽ ഫുള്ള് കാണണ്ടേ, ഒന്ന് വാ. പ്രോഗ്രാമാ? എവിടെ? ആടെ പ്രോഗ്രാം? At last, the moment we were waiting for the past 2 years have come. The dancing miracle is finally here to make you chill. The one and only Hector David.
പൊളിച്ചല്ലേ. ഓഫ്, എന്താ പവറാ ഡാൻസിന്. ഹെറ്റ് അവളോട് അടുത്ത് പോയിട്ട് കുറച്ച് നാൾ ട്രെയിനിങ് എടുക്കണം. ആ, എനിക്കും. നീയോ? അതിലും നിനക്ക് ഡാൻസിനോട് താല്പര്യമില്ലല്ലോ, പിന്നെന്തിനാ? അതിനെന്താ, എനിക്കിനി ആയിക്കൂടെ? ഷെടാ, ഇതെന്ത് കഷ്ടാ. ഈയിടെയായിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് നിനക്ക്. അതൊക്കെ വിട്. ഇത് നല്ല റിച്ച് പാർട്ടീസിന്റെ പ്രോഗ്രാം ആണെന്ന് തോന്നുന്നല്ലോ. ഇതിന്റെ എൻട്രി ഒക്കെ എങ്ങനെ ഒപ്പിച്ച്? കൊള്ളാം, അതൊക്കെ ഹെക്ടറേട്ട സെറ്റാക്കി തന്നു. നമ്മുടെ കോളേജിലെ മിക്ക വലിയ പുള്ളികളും വരുന്ന സ്ഥലമാണ് ഇത്. ഡാൻസും പാട്ടും ഡ്രിങ്ക്സും ഗേൾസും ഒക്കെ ഇവിടെ ഉണ്ട്. ഫുള്ള് വൈബാ. അത് കാണുമ്പോഴേ അറിയാലോ. അല്ലടാ, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആയില്ലേ? എന്നിട്ട് എന്താ ഹെക്ടറേട്ടൻ പുറത്തേക്ക് വരാത്തെ? ആഹാ, ഇതാരൊക്കെയാ? നീയൊക്കെ ഈ പാർട്ടിക്ക് വരാൻ വേണ്ടിയൊക്കെ ഉണ്ടോ? എന്തൊക്കെ കാണണം. എന്താടാ പിള്ളേരെ, ആരും കാണാതെ കയറിയതാണോ അകത്ത്? അയ്യോ എടാ, ചേട്ടന് തെറ്റി. ഞങ്ങളെ അങ്ങനെ ആരും കാണാതെ കയറുന്ന പാർട്ടീസ് അല്ല. ചിലപ്പോൾ ഈ നല്ല വീട്ടിൽ ജനിച്ചതിൻ്റെ കുഴപ്പമായിരിക്കും അല്ലേ? ചേട്ടന് പിന്നെ ആ ഒരു കുഴപ്പമില്ല. എന്തു പറയാനാ, ഞങ്ങൾ ഈ അന്തസ്സുള്ള വീട്ടിലൊക്കെ ജനിച്ചത് കൊണ്ടേ ആ വക ഒന്നിനും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. കഷ്ടമല്ലേ. പിന്നെ ചേട്ടൻ്റെ ഡാഡി അല്ലല്ലോ ഞങ്ങളുടെ ഡാഡി. ചിലപ്പം അതുകൊണ്ടായിരിക്കാം. ഡാ, നിന്നെ ഒന്ന് പോടാപ്പ. ഡാ, വിട്ടേക്കടാ. വെറുതെ എന്തിനാ ഇവരോടൊക്കെ സംസാരിക്കുന്നത്? പെണ്ണുങ്ങളുടെ കൈക്കറി പിടിക്കാനും ശല്യപ്പെടുത്താനും പുറകെ കിടക്കാനൊക്കെ അല്ലേ ഇവർക്ക് അറിയൂ. വിട്ടേക്ക്. ഡാ, നീ നടന്ന് വീട്ടിൽ പോയില്ല. ചേട്ടന് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവനൊന്ന് തൊട്ട് നോക്ക്. ഈ ജസ്റ്റിൻ ആരാണെന്ന് അപ്പം കാണിച്ചു തരാം. കിഷോറെ, അവന്മാരെ വിട്ടേക്ക്. ഇന്നതേ വിളിക്കുന്നവിടെ, വേഗം വാ. ടൈമായി, വേഗം വാ. ഡാ, നിന്റെ പിന്നെ എടുത്തോളാം. കാര്യമായിട്ട് ഞങ്ങളെടുക്കോ? എൻ്റെ ജസ്റ്റ് എന്നെ ആലോകം എടുത്തിട്ട് എത്ര നാളായെന്നറിയോ? കുട്ടിക്കാലത്ത് എപ്പോഴാണ് എന്നെ അവസാനമായിട്ട് എടുക്കുന്നത്. എടുക്കാന്ന് പറഞ്ഞിട്ട് പറ്റിക്കല്ല ചേട്ടാ. പിന്നെ എടുക്കുമ്പോൾ നന്നായിട്ട് താങ്ങിയൊക്കെ എടുക്കണം കേട്ടോ. ചിലപ്പോൾ എടുത്തിട്ട് ഞങ്ങൾ പൊങ്ങിയില്ലെങ്കിലോ, നാണക്കേടല്ലേ. അതുകൊണ്ട് എടുക്കാൻ വരുന്ന ദിവസം നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വേണം വരാൻ. വെറുതെ നാണം കെടുത്തരുത് എല്ലാവരും മുമ്പ് വെച്ച്. ഞങ്ങളെ എന്ന് എടുക്കാൻ പറ്റുമെന്ന് ചേട്ടന് തോന്നുന്ന എടുത്താൽ മതി. ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. ഞങ്ങൾക്ക് അങ്ങനെ ധൃതിയൊന്നുമില്ല. പക്ഷേ പറഞ്ഞ് പറ്റിക്കരുത്. ഡമ്മായി. കിഷോറെ, വേഗം. ഓഹ്, അതങ്ങനെ ഒരു സാധനം. ഡാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കഴുത്തു നോക്കട്ടെ. എന്തു കുഴപ്പം? അതിന് അപ്പോൾ നീയേറെ സംസാരിച്ചില്ലേ? എപ്പോഴും ഞാൻ കാണണമെന്നില്ല. നോക്കിയൊക്കെ നടന്നാൽ നിനക്ക് കൊള്ളാം. അയ്യടാ, അല്ല, അതിന് നീ എപ്പോഴാ എന്നെ വിട്ടിട്ട് പോയിട്ടുള്ളത്? എപ്പോഴും എൻ്റെ വാല് പോലെ കൂടെ കാണത്തില്ലടാ നീ. എന്താടാ അതൊരു ബഹളം? വാ നോക്കാം. ഓ ഡാം ഇറ്റ്, അവനെ പോയി നോക്ക്. ഇവൻ എന്താടാ? പോയി കണ്ടുപിടിക്ക് പോ. അവനെ വെറുതെ വിടരുത്. ഡാം ഇറ്റ്, ഇതാര് പിടിക്കുന്ന കാര്യമാ അവൻ പറയുന്നേ? ആരെങ്കിലും എൻ്റെ സ്വഭാവത്തിന് വല്ല പണിയും കൊടുത്തിട്ട് പോയി കാണും. ഡാ, ദേ ഹോപ്പേട്ട് ഇറങ്ങി. വാ വാ. നിങ്ങൾ വന്നായിരുന്നോ? ഹോപ്പേട്ടാ പൊളിച്ച് തകർത്ത് തിമിർത്തു. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അതെ ബ്രോ, സെറ്റായിരുന്നു.
പൊളിച്ചു ബ്രോ. ചുമ്മാതല്ല, ഇത്ര ഫാൻസ്. ഓ താങ്ക് യു. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നിങ്ങളെങ്ങനെയാ ഈ പ്രോഗ്രാമിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞേ? എന്നോട് ചിമ്മിയാടാ പറഞ്ഞേ. എന്നിട്ട് അവളെന്താ വരാത്തേ? ഡാ, അത് വേറൊന്നുമല്ല. അവൾ വന്നാൽ ഞാൻ അവിടെ ഉള്ള കാര്യം ജോയാൻ ഏതിനും അറിയും. ഞാൻ അവിടെ വരുന്നത് അവന്മാർക്ക് അത്ര ഇഷ്ടമല്ല. അതാ. അതെന്താ? ഡാ അതെ, ഈ പ്ലേസ് കുറച്ച് പ്രശ്നമാണ്. എപ്പോഴും അടിയും മറ്റ് സീനൊക്കെയാണ്. ഈ സ്ഥലമാണെങ്കിൽ അത്ര ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വരുന്നതൊന്നും അവർക്ക് താല്പര്യമില്ല. എന്നെ 2 വർഷമായിട്ട് ഇവിടെ ഉള്ളവർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വിളിക്കുക. ബട്ട് അവന്മാരാണെങ്കിൽ എന്നെ വിടത്തില്ല. അവന്മാർക്ക് പേടി ഞാൻ വല്ലത്തിനും പോയി പെടുമെന്ന്. അതുകൊണ്ടാണ്. പിന്നെ ചിമ്മിക്കെല്ലാം അറിയാം. ഇപ്രാവശ്യവും പിന്നെ ഞാൻ പോകാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ തളിയറല്ലേ, അവസാനം 1 വർഷമല്ലേ. സോ ജസ്റ്റ് ഒന്ന് അടിച്ചു വിളിക്കാം, ഫൺ, അത്രേ ഉള്ളൂ. അതാ ഞാൻ പറയാത്തെ. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ പ്രോഗ്രാമിന് വന്നാൽ ഫ്രീ ആയിട്ട് 4 ടിക്കറ്റ് എനിക്ക് കിട്ടും. സോ എനിക്കായാലും കൊണ്ടുപോകാൻ ചെയ്യും. നിങ്ങൾക്കറിയാലോ, ഇവിടെയൊക്കെ അങ്ങനെ സാധാരണക്കാരൊന്നും വരത്തില്ല. സോ കിട്ടുന്ന ചാൻസ് നമുക്ക് മുതലാക്കണ്ടേ. ഞാൻ വരുന്നതിനോടൊപ്പം തന്നെ എക്സ്ട്രാ 4 പേരെയും കൊണ്ടുവരാം. സോ നിങ്ങളെ കൊണ്ടുവന്നു. ഷോ, അപ്പോൾ ഒരു ടിക്കറ്റ് വേസ്റ്റ് ആയിപ്പോയല്ലോ. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ശേ, ചിമ്മിയും വേണമായിരുന്നു. ഹാ, വരാത്തതിൽ അവർക്ക് നല്ല വിഷമമുണ്ട്, പാവം. അപ്പോൾ ശരിയുടെ പിള്ളേരെ, നമുക്ക് പിന്നെ കാണാം. ഞാൻ പോകുക, എനിക്ക് നല്ല ക്ഷീണം. എന്നാൽ ശരി. ആ ഓക്കെ ഏട്ടാ. അല്ല, ഡ്രോപ്പ് ചെയ്യട്ടെ? ഏയ് വേണ്ടടാ, ഒരു ഫ്രണ്ടുണ്ട് അപ്പുറത്ത്, ഞാൻ അവരോടെ പൊയ്ക്കോളാം. നിങ്ങൾ വിട്ടോ? ഏയ് കുഴപ്പമില്ല, ചേട്ടൻ വരുന്നെങ്കിൽ വാ, ഡ്രോപ്പ് ചെയ്യാം. വേണ്ടടാ, ഞാൻ പൊയ്ക്കോളാം, നിങ്ങൾ വിട്ടോ. എനിക്ക് ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ, ഞാൻ കണ്ടിട്ട് വന്നോളാം. നിങ്ങൾ വിട്ടോ, സമയം ഒരുപാടായില്ലേ, നിങ്ങൾക്ക് വീട്ടിൽ കയറണ്ടേ. സോ നിങ്ങൾ പൊയ്ക്കോ, കുഴപ്പമില്ല. ഓക്കെ ബ്രോ, അപ്പോൾ ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ കാണാം. ആ ബ്രോ പോയി. അപ്പോൾ നമുക്ക് വിട്ടാലോ? ആടാ, 9:45 10:30 വീട്ടിൽ കയറാൻ പറഞ്ഞതാ. വേഗം വാ. ഡാ നിന്നേ, അത് വിഘ്നേഷ് അല്ലേ? വിഘ്നേഷോ? എവിടെ? ദേടാ, ആ സ്ട്രീറ്റിൻ്റെ എവിടെ? ആ, അവനെ പോലെ ഉണ്ടല്ലോ. പക്ഷേ കോളേജ് വെച്ച് കാണുന്ന പോലെ ഒരു ഇതല്ലല്ലോ. ചിലപ്പോൾ നമുക്ക് ആൾ മാറിയതായിരിക്കുമടാ. അവനെ പോലത്തെ ആരെങ്കിലും ആയിരിക്കും. ആ, അവനാണോ അത്? ഡാ അതെ, ആ കാറ് കയറി പോയി. ഷേ, നേരെ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ. ഡാ ജസ്റ്റ് ആ കാർ ഓടിച്ച ആളിനെ എവിടെ വെച്ച്? ഒന്നല്ലടാ, 2 പേരുണ്ടായിരുന്നു ആ കാറിൽ. അതല്ലടാ, ആ കാർ ഓടിച്ച ഡ്രൈവറിനെ എവിടെ കണ്ടിട്ടുള്ള പോലെ. അതിന് അയാളുടെ ബാക്ക് പോസ് അല്ലേ കണ്ടു? ആ, എന്നാലും എവിടെയോ നല്ല പരിചയം പോലെ. ഡാ, അത് അവനൊന്നും ആയിരിക്കില്ല, എനിക്ക് തോന്നിയതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നാളെ കാണുമ്പോൾ ചോദിച്ച് നോക്കാം. നിങ്ങൾ വാ, ഇപ്പോൾ ടൈം ഒരുപാടായി. അല്ല, അത് വിക്കിയാണെങ്കിൽ അവനെന്തിനാ ഈ സമയത്ത്, അതും ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ? അവനാണോ അത്?